ഹലോ, എന്തുണ്ട് വിശേഷം? ഇന്ന് നമുക്ക് നല്ല കുഴയൻ കപ്പയുടെ കൂടെയും ചൂട് ചോറിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റും നല്ലൊരു തലക്കറി കണ്ടാലോ? അതും ചൂര മീനിൻ്റെ തല വെച്ചുണ്ടാക്കിയ തലക്കറി. അപ്പോൾ വാ നോക്കാം എങ്ങനെയാണ് നല്ല അടിപൊളി ഒരു തലക്കറി ഉണ്ടാക്കുന്നതെന്ന്. തലക്കറി ഉണ്ടാക്കാനായിട്ട് ഇതേ ചട്ടി അടുപ്പത്ത് വെച്ചു. ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകിട്ടു, ഉലുവ ഇട്ടു, പിന്നെ വറ്റൽമുളക് ഇട്ടു. അപ്പോഴത്തേക്കും തക്കിട്ട് ഓടിപ്പാഞ്ഞെത്തിയിട്ട് കറിവേപ്പില എല്ലാം കൂടി ഇട്ട് തക്കിട്ട് തന്നെ തട്ടി. അതിനുശേഷം നമ്മൾ വൃത്തിയാക്കി വെച്ചേക്കുന്ന ചെറിയ ഉള്ളിയിട്ട് നന്നായിട്ട് വഴറ്റി നന്നായിട്ട് വഴണ്ട് വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്തു. മല്ലിപ്പൊടി ചേർത്തിട്ടില്ലേ. പിന്നീട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഇളക്കി ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കിയതും ഇട്ട് ഒരു പഴുത്ത തക്കാളി കൂടി ചേർക്കണം. പക്ഷെ ഞാൻ തക്കാളി നോക്കിയപ്പോൾ തക്കാളി ഇല്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് ടൊമാറ്റോ പേസ്റ്റ് ഇട്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നീട് ഇതിനകത്തേക്ക് ഞാൻ കുടംപുളിയാണ് കേട്ടോ ചേർക്കുന്നത്. ഈ കുടംപുളിയുടെ മണമൊക്കെ വരുമ്പോഴത്തേക്കുണ്ട് ഒരു പ്രത്യേക സ്വാദാണ്. അതിനകത്തേക്ക് ചൂടുവെള്ളവും ഒഴിച്ച് ആ അരപ്പ് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കി വീണ്ടും കുറച്ച് ഉപ്പും കൂടി ഞാൻ ആഡ് ചെയ്തു കേട്ടോ. പിന്നീട് നമ്മൾ കഷ്ണങ്ങളാക്കി വെച്ചേക്കുന്ന തലയും മുള്ളും ഒക്കെ അതിനകത്തേക്കിട്ട് അടച്ചു വെച്ചു. ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് കഴിയുമ്പോഴത്തേക്കും ഈ കറി നല്ല കുറുകി വന്നു. സാധാരണ ഇതെല്ലാവരും ചട്ടി ചുറ്റിക്കുകയാണ് ചെയ്യുക, പക്ഷെ ഞാൻ തവി വെച്ച് ഇളക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതെ, നമ്മുടെ നല്ല ചൂട് തലക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ തലക്കറി ഇന്ന് ഞാൻ കഴിക്കാൻ പോണത് എന്തിൻ്റെ കൂടെയാണെന്നറിയോ? ചോറും പയറും മെഴുക്കുവരട്ടിയും പിന്നെ നല്ല കുഴഞ്ഞ കപ്പയും അതിൻ്റെ കൂടെ തലക്കറിയും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണേ.